കേരളത്തിൽ മഴ ശക്തമായി തുടരുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം കോഴിക്കോട്, വയനാട് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ഉൾപ്പെടെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി ജില്ലയിൽ മഴ കനക്കുന്നതോടെ നാശനഷ്ടങ്ങളും വർദ്ധിക്കുകയാണ്. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണ്. ഇന്ന് 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വരുന്ന 2 ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വ്യാഴാഴ്ച പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിലെ കാലാവസ്ഥാ സ്ഥിതി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്ന അനുസരിച്ച് അറിയിക്കും. ഇടുക്കി ജില്ലയിൽ കനത്ത മഴയിലും കാറ്റിലും നാശനഷ്ടങ്ങളും വർദ്ധിക്കുകയാണ്. അതേസമയം അതിശക്തമായ മഴയ്ക്ക് നേരിയ ശമനം വന്നതോടെ കല്ലാർകുട്ടി, പാമ്പള അണക്കെട്ടുകളിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചു. പാമ്പളയിൽ 2 ഷട്ടറുകൾ അടച്ചു. ഇരട്ടയാർ ഡാമിൽ റെഡ് അലർട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് തുടരുന്നതിനാൽ ഇടുക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും മരം കടപുഴകി വീണ വിധവയായ വീട്ടമ്മയുടെ വീട് തകർന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ചുരുളി മരുതുപാറത്തണ്ട് വട്ടപ്പറമ്പിൽ ശാന്ത പ്രഭാകരന്റെ വീടാണ് പൂർണ്ണമായും തകർന്നത്. മരം വീണ വീടിനുള്ളിൽ കുടുങ്ങിയവരെ അയൽവാസികളെത്തിയാണ് വീടിന് പുറത്ത് എത്തിച്ചത്. വീടും വീട്ടുപകരണങ്ങളും പൂർണ്ണമായി തകർന്നു. ശാന്തയെയും മക്കളെയും അയൽവാസിയുടെ വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. പൂപ്പാറയിൽ മരം വീണ വീട് തകർന്നു. പൂപ്പാറ സ്വദേശി ഗോമതിയുടെ വീടാണ് തകർന്നത്. മേൽക്കൂര പൂർണ്ണമായും തകർന്നു. പുലർച്ചെ 5 മണിയോടെയാണ് മരം വീണത്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ഗതാഗത തടസ്സങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ നെറ്റ്.